നമസ്കാരം. സഹോദരി ഡാൻസ് ചെയ്യുന്ന വീഡിയോ ചിത്രീകരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ കയറി ആക്രമിക്കുന്നു, വീട്ടിലുള്ള ആളുകളെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഒരു വാർത്ത പുറത്തു വരികയാണ്. കേരളത്തിൽ ഓരോ ദിവസവും അതിക്രമങ്ങളുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള വീട്ടിലാണ്. ചേച്ചി, ശരിക്കും എന്താണ് അന്ന് സംഭവിച്ചത്? അന്ന് മെനിങ്ങാന്ന് ഉച്ചയ്ക്ക് 1:30-2 മണിയോടെ സമയത്ത് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. വേറെ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 2 ബൈക്ക് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ എൻ്റെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പം ഹേമന്ത് എന്ന് പറയുന്ന ഈ മലയൻകീഴ് പഞ്ചായത്തില് അന്തിയൂർകുണം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള നിരവധി 20ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ഈ സ്ഥലത്ത് തന്നെ ഏറ്റവും ഗുണ്ട എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന MDMA ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അതിന്റെ കച്ചവടം നടത്തുകയും ചെയ്യപ്പെടുന്ന ഇതെല്ലാം പോലീസിൽ കേസുള്ളതാണ്. കാപ്പ ഉൾപ്പെടെയുള്ള കേസിലെ പ്രതിയാണ് ഹേമന്ത്. അതുകൊണ്ട് തന്നെയാണ് ഇവനെ എല്ലാവർക്കും ഈ നാട്ടിൽ അറിയാം. അങ്ങനെയാണ് എനിക്കും അറിയാവുന്നത്. ആ ഹേമന്തും അവന്റെ കൂടെ 2 പേര്, ഒന്ന് പ്രമോദ് എന്ന് പറയുന്ന അന്തിയൂർകുണത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ്. അവൻ നാട്ടിലെ കൊച്ചുകൂട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ വ്യക്തിയും പിന്നെ ഒരാളെ എനിക്ക് കണ്ടാൽ അറിയാം, പുള്ളിയുടെ പേര് എനിക്കറിയില്ല. 3 പേര്, അങ്ങനെ ഉൾപ്പെടുന്ന 3 അംഗ സംഘം 3 പേരാണ് എൻ്റെ വീട്ടിൽ വന്നത്. ഒരാൾ പുറത്ത് നിൽക്കുകയായിരുന്നു. 2 പേര് പ്രമോദും ഹേമന്തും എൻ്റെ വീട്ടിലേക്ക് കയറുകയും അപ്പൊ എന്നോട് മോനെയാണ് ചോദിച്ചത്, മോൻ എവിടെയാണ്, എപ്പോൾ വരും എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ എവിടെയായാലും രാത്രി ആയാലും വീട്ടിൽ വന്ന് എടുക്കും, അറിയാൻ വയ്യാഞ്ഞിട്ടില്ല. ഞാൻ മധുസൂദൻ നായരുടെ മോനാണെങ്കിൽ വീട്ടിൽ കയറി രാത്രിയെങ്കിലും എടുക്കും എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെ നിനക്ക് നിന്റെ അച്ഛനെ ചുണയുണ്ട്, നീ അങ്ങനെ ആളുടെ മോളാണ്, നീ ഗുണ്ടായസം കാണിക്കുവാണെങ്കിൽ അങ്ങനെയെങ്കിൽ കാണട്ടെ എന്ന് ഉള്ള രീതിയിൽ ഞാൻ സംസാരിച്ച ഉടനെ തന്നെ അവന്റെ വീട്ടിലേക്ക് ചാടി കയറി. കാരണം ഞാനൊരു ഗുണ്ടയെ ഭയപ്പെടേണ്ട കാര്യം എനിക്കില്ല. ഞാനിന്ന് സ്ത്രീ സുരക്ഷയിൽ കേരളം 1ാമതെന്ന് പറയുന്ന സാഹചര്യമാണിത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഗുണ്ടകളെ പേടിച്ച് വീട്ടിലിരിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞാൻ അങ്ങനെ സംസാരിച്ച സമയത്ത് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അകത്തേക്ക് കയറിയിട്ട് എന്നെ ആ സമയത്ത് ഞാൻ നിലത്തുനിന്ന് ചാടി വീണിട്ട് അവൻ വാളെടുത്ത് വീശുകയാണ് ചെയ്തത്. വീശിയ സമയത്ത് ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ വാളിന്റെ തുമ്പ് കയറിക്കൊണ്ട് എൻ്റെ വസ്ത്രം ഉൾപ്പെടെയുള്ളത് കീറിപ്പോയി. തൊട്ടടുത്ത് നിന്ന പ്രമോദ് എന്ന് പറയുന്ന ഗുണ്ടയും കത്തി വീശി അകത്ത് കയറി എൻ്റെ വീട്ടിലുണ്ടായിരുന്ന വീട്ടു സാധനങ്ങളൊക്കെ നശിപ്പിച്ചു. എന്നിട്ട് ഞാൻ നിലവിളിച്ച് വീണ്ടും ചാടി ഇവനെ പുറത്താക്കി തള്ളി മാറ്റി കതകടയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വീണ്ടും എന്നെ തള്ളി മറിച്ചിടുകയാണ് ചെയ്തത്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇത്തരം അക്രമം നടക്കുന്നു എന്ന് കണ്ടപ്പോൾ പുറത്തു നിന്ന ആള് കല്ല് വലിച്ചെറിഞ്ഞ് എൻ്റെ ജനൽ ചില്ല, നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ജനൽ ചില്ല, അകത്ത് കുപ്പിച്ചില്ലുകൾ മുഴുവൻ കിടപ്പുണ്ട്, അകത്ത് ജനൽ ചില്ലകൾ ഉൾപ്പെടെ അടിച്ച് തകർക്കുകയാണ് ചെയ്തത്. കല്ലെറിഞ്ഞ് വീഴ്ത്തി. ഇത്തരത്തില് നിരവധി അക്രമങ്ങൾ ചെയ്തിട്ടാണ് പോയത്. എന്നിട്ട് പുറത്തിറങ്ങി നിന്നിട്ട് ഭീഷണി നിന്നെ കൊല്ലും എന്ന് തന്നെ പറഞ്ഞിട്ടാണ് പോയത്. നിന്റെ മോനെ കിട്ടിയില്ലെങ്കിൽ നിന്നെയും മോളെയും നിന്റെ കുടുംബത്തെ ഉൾപ്പെടെ കൊന്നിട്ടായാലും അവനെ ഞങ്ങൾ എടുത്തിരിക്കും എന്ന് ഭീഷണി മുഴക്കിയിട്ടാണ് പോയത്. അപ്പൊ ഇത്തരത്തില് പകല് പോലും എനിക്ക് വീട്ടിലിരിക്കാനുള്ള ഒരു സുരക്ഷയില്ല ഇന്നത്തെ അവസ്ഥയിൽ. എനിക്കും എൻ്റെ കുടുംബത്തിന് സംരക്ഷണം തരണമെന്ന് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. നിരവധി വകുപ്പുകൾ ഉൾപ്പെടെ വധശ്രമം ഉൾപ്പെടെ മാരകായുധങ്ങളുമായിട്ട് എന്നെ വധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവർ വന്നിട്ടുള്ളത്. കൊന്നിട്ടായാലും എന്നെ മോനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ പിന്നെ മാരകായുധം സംസാരിക്കാനായിട്ട് ആരും മാരകായുധങ്ങളുമായി ഒരു വീടുകളിലും പോകാറില്ല. മാരകായുധങ്ങളുമായി എന്നെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എൻ്റെ വീട്ടിലേക്ക് കയറി വന്നത്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നമുക്കൊരു സംരക്ഷണം വേണം. പോലീസ് FIR ഇട്ട് കേസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട അവന്റെ സ്ഥലത്ത് തന്നെ ഉണ്ട്, പല സ്ഥലത്തും അവനെ കണ്ടവരുണ്ട്. ഈ മലയൻകീഴ് പഞ്ചായത്തിനകത്തും മാറനല്ലൂർ പഞ്ചായത്തിന്റെ അതിർത്തിയിലും തന്നെ ഉണ്ട്. അവന്റെ വീടിന്റെ പരിസരത്ത് തന്നെ അവനുണ്ട്. ഇന്നലെ ഞാൻ സ്റ്റേഷനിൽ ഉൾപ്പെടെ അത് അറിയിച്ചിരുന്നു. ഇന്ന സ്ഥലത്ത് വെച്ച് അവനെ പലരും പല സ്ഥലത്ത് കണ്ടവരുണ്ട്, സാറൊന്ന് അന്വേഷിച്ച് ഊർജിതാക്കി അവനെ കണ്ടുപിടിക്കണം എന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് ഈ സമയം വരെയും പോലീസിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസും ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള ഒത്തുകളിയാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. എനിക്ക് നിയമപരമായുള്ള സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെടും. ഇന്നിപ്പോ വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള മേലധികാരികളുടെ അടുത്തേക്ക് ഞാൻ മുൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്ത് തന്നെ വന്നിരുന്നാലും ഇത്തരം ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം ഇവിടെ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇവന്റെ ഗുണ്ടാ വിളയാട്ടം നിരവധി കുറച്ച് കാലങ്ങളായി, നിരവധി തവണയായിട്ട് ഈ പഞ്ചായത്തിലുണ്ട്. ഇത് എന്നിലൂടെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ച് കിട്ടണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പൊ ഈ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരാനുള്ള കാരണം എന്താ ശരിക്കും പറയുകയാണെങ്കിൽ? ഈ പ്രശ്നം എന്ന് പറയുന്നത് മലയൻകീഴ് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ
ആറാട്ട് ഉത്സവം നടന്നു കഴിഞ്ഞ ആഴ്ച. 12-ാം തീയതി ആയിരുന്നു ആറാട്ട്. ഏപ്രിൽ 8-ാം തീയതി ആറാട്ട് ഉത്സവം നടത്തുന്നതോടനുബന്ധിച്ച് ഗാനമേള നടന്നിരുന്നു. ആ ഗാനമേള നടക്കുമ്പോൾ എൻ്റെ മകള് പൂനെയിലെ നേഴ്സാണ്. അവൾ അപ്പോൾ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അവളും എൻ്റെ സഹോദരൻ്റെ മോളും കൂടി അവിടെ ഡാൻസ് കളിക്കുകയുണ്ട്. ഡാൻസ് കളിച്ചപ്പോൾ ഈ ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട അവിടെ വന്ന് അവളുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഒരു ഗുണ്ട പെൺകുട്ടികളുടെ മോശം അർത്ഥത്തിൽ ഫോട്ടോ എടുക്കുന്നത് കണ്ടത് കൊണ്ട് തന്നെ എൻ്റെ മകൻ, അതായത് എൻ്റെ മോൻ അവനെ പറഞ്ഞു വിലക്കി. നീ ഒരു ഫോട്ടോ എടുക്കരുത് ചേട്ടാ, വീഡിയോ എടുക്കരുത് ചേട്ടാ എന്ന് പറഞ്ഞു. കേൾക്കാതെ വീണ്ടും അവൻ ഫോട്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവൻ ചേട്ടാ എടുക്കരുതെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. ആ സമയത്ത് അവൻ എൻ്റെ മോൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും അവനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവിടെ വെച്ച് നാട്ടുകാർ ഇടപെട്ട് ഹേമന്തിനെ പിടിച്ച് മാറ്റി അതിനെ വിലക്കി വിടുന്ന ഒരു സംഭവം ഉണ്ടായി. അത് ഹേമന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര നാണക്കേടായി പോയി. ഞാൻ നാട്ടുകാരുടെ മുന്നിൽ ഒരു വലിയ ഗുണ്ട എന്നുള്ളതിന് എൻ്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചതിൻ്റെ പേരിൽ ഞാൻ ഇത് പകരം ചെയ്യും എന്നുള്ള രീതിയിൽ അന്ന് സംസാരിച്ചിരുന്നു. അതിന്റെ പേരിൽ പിറ്റേന്ന് തന്നെ ഞാൻ എൻ്റെ മോനെ സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഇന്നും എൻ്റെ മോനെ ഒളിവിൽ പാർപ്പിക്കേണ്ട ഒരു അവസരമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും സ്വസ്ഥമായിട്ട് ഒളിവിൽ കഴിയാതെ എൻ്റെ മോൻ എൻ്റെ കൂടെ ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു അമ്മ എന്നുള്ള നിലയിൽ എൻ്റെ ആഗ്രഹം. അതാണ്. പേടിയുണ്ടോ ജീവിക്കാൻ? ഉണ്ട്, പേടിയുണ്ടാവും. കാരണം അവൻ അന്ന് പബ്ലിക്കായിട്ട് റോഡിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോയതാണ്. രാത്രി ആയാലും വീട്ടിൽ കയറി എടുക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പേടിക്കണം എന്ന് തന്നെയാണ്. കാരണം MDMA പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന മാനസിക വിഭ്രാന്തി എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ കേരള സമൂഹത്തിന് അറിയാം. ആ സമയത്ത് അവൻ എന്തെങ്കിലും കാണിച്ചാൽ എന്നെ സംബന്ധിച്ച് എന്നെ പോലുള്ള സാധാരണ വീട്ടമ്മമാർക്ക് മക്കൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു വികാരം തന്നെയാണ്. നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് എന്നെ പോലുള്ള അമ്മമാർ ജീവിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ പേടിക്കുക തന്നെ വേണം. അപ്പൊ എനിക്കും കുടുംബത്തിനും പേടിയുണ്ട്. ഈ പറയുന്നത് പോലെ ഒരു ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് പബ്ലിക് സ്പേസിൽ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ഒരാള് വീഡിയോ എടുത്തു എന്ന് പറയുന്നതിൽ ഇപ്പൊ എന്താണ് തെറ്റ് എന്നുള്ളൊരു ചോദ്യം വരും സ്വാഭാവികമായിട്ട്. അതായത് നമ്മളിപ്പോ ഒരു കൂട്ടത്തിൽ ചെന്ന് ഡാൻസ് കളിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതിന് എങ്ങനെയാണ് ഇപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളും വന്നു കാണല്ലോ സ്വാഭാവികമായിട്ടും വന്നിരുന്നു. എന്താണ് കുഴപ്പമെന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു. പക്ഷെ അത് സാധാരണ ആൾക്കാർ എടുക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഹേമന്ത് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഗുണ്ട, സ്വഭാവ ദൂഷ്യമുള്ള ഒരു ഗുണ്ട, ഒരു പെൺകുട്ടിയുടെ ചിത്രം എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവനൊരു പെൺകുട്ടിയുടെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതേതൊക്കെ രീതിയിൽ ദുരുപയോഗം ചെയ്തെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവനെ പറഞ്ഞു വിലക്കിയതും. മറ്റു പലരും അവിടെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ടുണ്ട്, അവരാരെയും നമ്മൾ വിലക്കിയിട്ടില്ല. കാരണം പബ്ലിക് പ്ലേസിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇവനെ പോലെ ഒരു ഗുണ്ട ഫോട്ടോയും വീഡിയോ എടുക്കുന്നത് തെറ്റ് തന്നെയാണ്. കാരണം അത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മറ്റുള്ള ആളിന്റെ പെർമിഷൻ ഇല്ലാതെ ഫോട്ടോയോ വീഡിയോ എടുക്കരുത് എന്നുള്ള നിയമം കൂടെ നിലനിൽക്കുന്നുണ്ട്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി എങ്ങനെയാണ്? തൃപ്തമാണോ? ഇല്ല, എനിക്ക് ഒരു തൃപ്തിയില്ല. കാരണം കൂടെയുള്ള പ്രമോദിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രമോദിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, പ്രമോദ് ഇരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് പോലീസ് പോയി അറസ്റ്റ് ചെയ്തത്. അല്ലാതെ അവർ സ്വമേധയാ കണ്ടുപിടിച്ചെടുത്തതല്ല. ഞാൻ CA വിളിച്ച് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് പ്രമോദ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവർ പോയി അറസ്റ്റ് ചെയ്തതും അവനെ റിമാൻഡിലാക്കിയതും. ഈ ഹേമന്ത് എന്ന് പറയുന്നത് പല ആൾക്കാരും നമുക്കിപ്പോ ഇവിടെ മാത്രമല്ല, നാട്ടിൽ നമുക്ക് അറിയുന്ന ആൾക്കാരെല്ലാവരും ഉണ്ട്. എല്ലാവരും ഹേമന്തിനെ കാണുന്നുണ്ട്. അവൻ ഈ നാട്ടിൽ തന്നെയുണ്ട്, അവന്റെ വീടിന്റെ ചുറ്റുപാട് തന്നെയുണ്ട്. ഇത് ഞങ്ങൾ അറിയുന്നുണ്ട്. ഇത് അറിയുന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഹേമന്ത് ഉണ്ടെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്, ഇന്നലെ ഉൾപ്പെടെ. ഇന്ന സ്ഥലത്തുണ്ട്, ആ സ്ഥലത്തിന്റെ പേര് സഹിതം ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സാധാരണ വീട്ടമ്മയായ എനിക്ക്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ, അതിലപ്പുറം ഒന്നുമില്ലല്ലോ, എനിക്ക് ഇത്തരം വിവരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ പോലീസിന് നിഷ്പ്രയാസം അറസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതും കൺമുന്നിൽ സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ അവൻ ഉണ്ടെന്ന് അറിയുമ്പോൾ ഒന്ന് പരിശ്രമിച്ചാൽ അറസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ പോലീസ് ഈ നിമിഷം വരെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ല.